എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ്. ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ ബ്ലോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ വയറിങ്ങനെ ഗ്യാസ് കയറി പെരുത്തിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു ബലൂണ് പോലെ അതിങ്ങനെ വീർത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. അത് ശരിക്കും കുറേ കാലമായിട്ട് ബ്ലോട്ടിംഗ് അനുഭവിക്കുന്ന ഒരാൾക്ക് അത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ സാധിക്കും. അതായത് നമുക്കൊരു എനർജി ലെവൽ ഉണ്ടാവില്ല, വളരെ ക്ഷീണമായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു വ്യക്തതയോടെ ഒരു കാര്യം ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ വർക്കിനെ ഇത് ഒരുപാട് എഫക്റ്റ് ചെയ്യാറുണ്ട്. സോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗ്യാസും ബ്ലോട്ടിങ്ങും ഉണ്ടാവുന്നു എന്നതിൻ്റെ രണ്ട് സയൻറ്റിഫിക്കലി പ്രൂവൺ, ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള രണ്ട് അവസ്ഥയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബ്ലോട്ടിംഗ് ഉണ്ടാവാനുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന അവസ്ഥ. അതായത് പലരും ചിന്തിക്കുന്നത് നമ്മുടെ വയറിൽ ആസിഡ് കൂടിക്കഴിയുമ്പോഴാണ് ഈ അസിഡിറ്റി ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ശരിയാണ്, അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷേ ഇതുപോലെ തന്നെ ആസിഡ് വയറിൽ കുറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞിട്ടുള്ള ഗ്യാസും ബ്ലോട്ടിങ്ങും അസിഡിറ്റി പോലുള്ള സിംറ്റംസും ഒരു പേഷ്യൻറ്റിന് ഫീൽ ചെയ്യാം. അപ്പോൾ ആസിഡ് വയറിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചു, ഈ ഭക്ഷണം നമ്മുടെ വയറിലേക്ക് എത്തുവാണ്. പ്രത്യേകിച്ച് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഇപ്പോൾ മാംസമായിരിക്കാം, അല്ലെങ്കിൽ ചെറുപയർ, അല്ലെങ്കിൽ കടല, അല്ലെങ്കിൽ പനീർ, മുട്ട, ഇങ്ങനെയുള്ള പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് അത് നമ്മുടെ വയറിലെത്തിക്കഴിഞ്ഞാൽ ദഹനത്തിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഈ പ്രോട്ടീനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മോളിക്യൂളാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ സ്റ്റൊമക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീനെ വിഘടിപ്പിക്കുന്നത് ഈ സ്റ്റൊമക് ആസിഡാണ്. ഇത് വിഘടിച്ചാൽ മാത്രമേ നമുക്കിതിലുള്ള ന്യൂട്രീഷനും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വയറിലുള്ള ആസിഡ് ലെവൽ കുറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ പ്രോട്ടീൻ വയറിൽ നിന്ന് ഡൈജസ്റ്റ് ചെയ്യാതെ, അതായത് ദഹിക്കാതെ അവിടെ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ വരും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം നമ്മുടെ വയറിൽ അല്ലെങ്കിൽ കുടലിൻ്റെ ആദ്യ ഭാഗത്ത് ഇരുന്നിട്ടത് ഫെർമെൻറ്റ് ചെയ്യും. ഈ ഫെർമെൻറ്റേഷൻ്റെ ഒരു ഫർദർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ വയറിൽ അല്ലെങ്കിൽ കുടലിൻ്റെ ഫസ്റ്റ് പോർഷനിൽ ഒരുപാട് ഗ്യാസ് ഉണ്ടാകും. അങ്ങനെയാണ് നമുക്ക് ഭക്ഷണം കഴിച്ച ഉടനെ പലരും പറയുന്നത് വയറിൽ ഗ്യാസ് ഫോം ആയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു മേജർ കാരണം ചിലപ്പോൾ ഹൈപ്പോ അസിഡിറ്റി ഉണ്ടായിരിക്കാം. ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ ഹൈപ്പോ അസിഡിറ്റി ഉണ്ടെങ്കിൽ ശരീരത്തിൽ കാണുന്ന ചില ലക്ഷണങ്ങളാണ്. ഒന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി, ബ്ലോട്ടിങ്, നമ്മുടെ വയറിങ്ങനെ ബലൂണ് പോലെ വീർത്തിരിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് ഏമ്പക്കം, കാരണം ഗ്യാസ് ഇങ്ങനെ കെട്ടി നിറഞ്ഞിരിക്കുകയാണല്ലോ. ഇത് ശരീരത്തിൽ നിന്ന് പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ് പലരും ഒരുപാട് ഇങ്ങനെ ഏമ്പക്കം പോലെ ഇത് പുറത്തോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ചിലവർക്കെങ്കിലും ലൂസ് മോഷനായിട്ട് പോകാറുണ്ട്. ചിലവർ പറയുന്ന ഒരു സിംറ്റമാണ് ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു ഫീലിംഗ്, അതായത് ഒരു അർജൻസി ഉണ്ടാവുക എന്നുള്ളത്. അതും ചിലപ്പോൾ ഹൈപ്പോ അസിഡിറ്റിയുടെ സിംറ്റം ആയിരിക്കാം. പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ക്ഷീണമാണ്. അതികഠിനമായിട്ടുള്ള ക്ഷീണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഹൈപ്പോ അസിഡിറ്റി ഉണ്ടെങ്കിൽ. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാകും. കാരണം പ്രോട്ടീൻ ദഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ അയൺ കണ്ടൻറ്റും നമ്മുടെ വൈറ്റമിൻ ബി കണ്ടൻറ്റും കാൽഷ്യത്തിൻ്റെ കണ്ടൻറ്റും ഒക്കെ വളരെയധികം കുറഞ്ഞു പോകും. ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒന്നും ശരീരത്തിലില്ലെങ്കിൽ നമുക്ക് അതികഠിനമായിട്ടുള്ള ക്ഷീണം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഈ ഹൈപ്പോ അസിഡിറ്റി ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ വയറിൽ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ വളരുന്നതുകൊണ്ടാണ്. സോ എച്ച് പൈലോറി ബാക്ടീരിയ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ചില ഭാഗങ്ങൾ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് പോകും. പ്രത്യേകിച്ച് മിഡിൽ പോർഷനിൽ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഹൈപ്പോ അസിഡിറ്റി ഉണ്ടാകുന്നത്. കോർപ്പസ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുള്ളവർക്കാണ് കൂടുതൽ ഹൈപ്പോ അസിഡിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എച്ച് പൈലോറിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഗ്യാസും ബ്ലോട്ടിങ്ങും കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എച്ച് പൈലോറിനെ ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു മരുന്നാണ് കരിഞ്ജീരകം, അല്ലെങ്കിൽ ബ്ലാക്ക് ക്യുമിൻ എന്ന് പറയും. നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാവുന്നതാണ്. ബ്ലാക്ക് ക്യുമിനും എച്ച് പൈലോറി എന്ന് അടിച്ചു നോക്കിയാൽ തന്നെ ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും. സോ ഈ ബ്ലാക്ക് ക്യുമിൻ അല്ലെങ്കിൽ കരിഞ്ജീരകം റെഗുലറായിട്ട് നമ്മുടെ ഡയറ്റിൽ യൂസ് ചെയ്യുന്നത് എച്ച് പൈലോറി മൂലം ഉണ്ടാകുന്ന ഗ്യാസ് ബ്ലോട്ടിംഗ് സിംറ്റംസും എച്ച് പൈലോറിനെ തന്നെ ശരീരത്തിന് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മരുന്നാണ്. രണ്ടാമത് എച്ച് പൈലോറിനെ ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന വേറൊരു നാച്ചുറൽ മോളിക്യൂളാണ് ലൈക്കോറൈസ്. അതിമധുരം എന്ന് നമുക്ക് മലയാളത്തിൽ അതിനെ വിളിക്കാം. ഈ അതിമധുരത്തിൻ്റെ അകത്തുള്ള ഒരു കണ്ടൻ്റ് ഉണ്ട്, DGL എന്ന് പറയും. ഈ DGL ആണ് എച്ച് പൈലോറിനെ ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. സോ ഇതുപോലെ തന്നെ DGLൻ്റെ ക്യാപ്സ്യൂൾ സപ്ലിമെൻറ്റ് ഫോമിൽ കഴിക്കുന്നതും എച്ച് പൈലോറിനെ ട്രീറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്.
മൂന്നാമത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ സിഡർ വിനെഗർ. ഇത് എല്ലാ കേസിലുമല്ല, ഹൈപ്പോ അസിഡിറ്റി ഉള്ളൊരു പേഷ്യൻറ്റിന് ആപ്പിൾ സിഡർ വിനെഗർ യൂസ് ചെയ്യുന്നത് വളരെ വളരെ എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ സ്റ്റൊമക്കിൽ ആസിഡിൻ്റെ ലെവൽ കുറവാണ്. ആപ്പിൾ സിഡർ വിനെഗർ എന്ന് പറയുന്നത് ഒരു അസിഡിക് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. സോ നമ്മൾ ആപ്പിൾ സിഡർ വിനെഗർ 1 ടീസ്പൂണ് 1 ഗ്ലാസ് വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നത് ഭക്ഷണത്തിന് ശേഷം ഉണ്ടാകുന്ന ഗ്യാസും അസിഡിറ്റിയും കുറയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണെന്ന് ഡയഗ്നോസ് ചെയ്യുകയാണ് ശരിക്കും. അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനെഗർ കഴിക്കുന്നത് സിംറ്റംസ് കുറയ്ക്കാൻ മാത്രമല്ല, ഈവൻ എച്ച് പൈലോറിയുടെ ലോഡ് കുറയ്ക്കാനും വളരെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഗ്യാസ് ആൻഡ് ബ്ലോട്ടിങ്ങിലോട്ട് ലീഡ് ചെയ്യുന്ന രണ്ടാമത്തെ കാരണമാണ് സിബോ എന്ന് പറയുന്ന കണ്ടീഷൻ, സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്. അതായത് നമുക്കറിയാം നമ്മുടെ കുടലിൽ ബാക്ടീരിയ വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദഹനത്തിന് സഹായിക്കുന്നതും അബ്സോർപ്ഷന് സഹായിക്കുന്നതും ഒക്കെ ഈ ബാക്ടീരിയാസാണ്. പക്ഷേ ഈ ബാക്ടീരിയസ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് വേണ്ടത്? നമ്മുടെ വൻകുടലിൽ, കൊളോൺ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് ഈ ബാക്ടീരിയ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. ചില കാരണങ്ങൾ കൊണ്ട് ഈ വൻകുടലിൽ വളരേണ്ട ബാക്ടീരിയ നമ്മുടെ ചെറുകുടലിൽ വളരുന്നൊരവസ്ഥ വരും. അപ്പോഴാണ് നമ്മളതിനെ സിബോ എന്ന് വിളിക്കുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്. ഇങ്ങനെ വൻകുടലിൽ വളരേണ്ട ബാക്ടീരിയസ് ഒക്കെ ചെറുകുടലിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചെറുകുടലിൽ വെച്ചിട്ട് ദഹിക്കുന്നതിന് പകരം ഫെർമെൻ്റ് ആവും, അതായത് പുളിച്ചു പോകും. അതിൻ്റെ ഒരു ഫർദർ എഫക്റ്റായിട്ട് ശരീരത്തിൽ ഗ്യാസ്, പ്രത്യേകിച്ച് നമ്മുടെ കുടലിൽ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. ഒരുപാട് തരത്തിലുള്ള ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് മീഥെയിൻ ഗ്യാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മീഥെയിൻ ഗ്യാസ് ഉണ്ടെങ്കിൽ മലബന്ധത്തിലോട്ട് ലീഡ് ചെയ്യും. ചിലപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവാറുണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡയറി ആയിരിക്കും, അതായത് ലൂസ് മോഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇങ്ങനെ കുടലിൽ ഉണ്ടാകുന്ന ഗ്യാസിനനുസരിച്ചിട്ട് ഓരോരോ ലക്ഷണങ്ങൾ ശരീരം കാണിക്കും. സോ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഗ്യാസ് ആൻഡ് ബ്ലോട്ടിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് ജിഞ്ചർ, ഇഞ്ചി എന്ന് പറയുന്നത്. സോ ഈ ഇഞ്ചിക്ക് ശരിക്കും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ കുടലിൽ വളർന്നിട്ടുള്ള ബാക്ടീരിയസിനെ കൊല്ലാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ജിഞ്ചർ കൂടുതലായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് ഭക്ഷണത്തിന് ശേഷം 1 ടീസ്പൂൺ ഒരു ഇഞ്ചിയുടെ നീര് കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കഴിക്കുന്നതൊക്കെ ഈ ഗ്യാസ് ബ്ലോട്ടിങ്ങും കുറയ്ക്കാൻ വളരെ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് പ്രോബയോട്ടിക്കിൻ്റെ യൂസേജ് എന്നുള്ളത്. പ്രോബയോട്ടിക് എന്ന് നമുക്കറിയാം നല്ല ബാക്ടീരിയാസാണ്. പക്ഷേ ഈ സിബോ ഉള്ളവർ പ്രോബയോട്ടിക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ തരത്തിലുള്ള പ്രോബയോട്ടിക്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവില്ല ഗ്യാസ് കുറയ്ക്കാൻ. പ്രത്യേകിച്ച് സോയിൽ ബേസ്ഡ് പ്രോബയോട്ടിക്, SBO എന്ന ടൈപ്പ് ഓഫ് പ്രോബയോട്ടിക്സ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ SBO പ്രോബയോട്ടിക്കിലുള്ള ബാക്ടീരിയയാണ് നമ്മുടെ ചെറുകുടലിൽ വളർന്നിട്ടുള്ള ബാക്ടീരിയനെ ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്നത്. സോ പ്രോബയോട്ടിക് യൂസ് ചെയ്യുമ്പോൾ SBO പോലുള്ള പ്രോബയോട്ടിക്സ് ആണ് മെയിനായിട്ടും യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചസാര പൂർണ്ണമായിട്ടും നിർത്തുക. അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായും നിർത്തേണ്ടതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള അല്ലെങ്കിൽ കുടലിലുള്ള ബാക്ടീരിയയുടെ ഗ്രോത്തും കുറഞ്ഞു വരും. സോ സിബോ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ കാർബോഹൈഡ്രേറ്റ് കുറവുള്ളൊരു ഡയറ്റ് കഴിക്കുന്നതും പ്രോബയോട്ടിക്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യുന്നതും ഇഞ്ചി, വെളുത്തുള്ളി പോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നതും വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ സിബോ എന്ന് പറയുന്ന കണ്ടീഷൻ ട്രീറ്റ് ചെയ്തിട്ട് ഗ്യാസും ബ്ലോട്ടിങ്ങും കുറയ്ക്കാം. സോ ഭക്ഷണ രീതിയിൽ വരുത്താൻ പറ്റുന്ന ചെറിയ ചേഞ്ചസ് കൊണ്ടും കറക്റ്റായിട്ടുള്ള പ്രോബയോട്ടിക്സിൻ്റെ യൂസ് കൊണ്ടും നമുക്ക് ഗ്യാസ് ആൻഡ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന കണ്ടീഷൻ പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ സാധിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.